എം ടി വാസുദേവൻ നായർ എഴുതിയ മാണിക്യക്കല്ല് എന്ന് പറഞ്ഞ കഥയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്രാവശ്യം എം ടി വാസുദേവൻ നായരുടെ ഒരു കഥയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ദയ എന്ന പെൺകുട്ടി. ദയ എന്ന പെൺകുട്ടി എന്നുള്ള ഒരു കൊച്ചു നോവലാണ്. എം ടി വാസുദേവൻ നായർ എഴുതിയ കൊച്ചു നോവലിലെ കഥയാണ് ഇപ്രാവശ്യം പറയുന്നത്. അപ്പൊ ബാഗ്ദാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ബാഗ്ദാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബാഗ്ദാദിലെ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാള് വളരെ ധനികനായിട്ടുള്ള, ഒരുപാട് പൈസയൊക്കെയുള്ള വ്യാപാരിയാണ്. എന്നാൽ അയാള് ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു. ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യണ ഒരാളായിരുന്നു. എല്ലാവരോടും കരുണയും സ്നേഹവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അയാൾക്ക് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അയാൾക്ക് മക്കളില്ല. അപ്പൊ അയാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കച്ചവടമൊക്കെ നോക്കി നടത്തേണ്ട ഒരു മകൻ ഇല്ല എന്നുള്ള ഒരു വിഷമം അയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പോ കുറെ പ്രായം ചെന്നിട്ട് അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊക്കെയും അവർക്ക് അവസാനം ഒരു മോനെ കിട്ടും. ഒരുപാട് അയാൾ കുറച്ച് പ്രായമായതിനു ശേഷമാണ് അയാൾക്കൊരു മകൻ ജനിക്കുന്നത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാല് അപ്പോഴും ഒരു വിഷമം ബാക്കിയായി. കാരണം പ്രസവത്തിൽ അയാളുടെ ഭാര്യ മരിച്ചുപോയി, വ്യാപാരിയുടെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ അമ്മയില്ലാത്ത കുഞ്ഞിനെ അയാൾ വളർത്തുകയാണ്. അപ്പൊ അവന് മൻസൂർ എന്ന് പേരിട്ടു. അപ്പൊ അയാൾക്ക് പ്രായമായിട്ട് കിട്ടിയ മകനാണ്, ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയ മോനാണ്, അമ്മയില്ലാത്ത കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അവനെ ഭയങ്കര ലാളിച്ചിട്ടാണ് അയാൾ വളർത്തിയത് മൻസൂറിനെ. അപ്പൊ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി, എല്ലാ സ്നേഹ പരിലാളനകളോടൊക്കെയും കൂടിയിട്ടാണ് അവൻ വളർന്നത്. അവന് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ധനികനായോണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും അയാൾ മകന് ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ മകനെ പഠിപ്പിക്കാൻ വേണ്ടി പല നാട്ടിൽ നിന്നുള്ള അധ്യാപകരേക്കും വെച്ചിട്ടാണ് അയാൾ മകനെ പഠിപ്പിച്ച് മിടുക്കനാക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഈ അധ്യാപകർ വരും, ഇവിടെ താമസിച്ച് പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇവൻ അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. കാരണം അവന് എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് അവൻ കഷ്ടപ്പെടണേ എന്നുള്ളൊരു വിചാരമായിരുന്നു അവൻ അതിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ പഠിപ്പിക്കണവരൊട്ട് അധ്യാപകർ, അവിടെ വീട്ടിൽ വന്ന് താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലോ ഇവൻ ഇങ്ങനെ പഠിക്കാൻ മടി കാണിക്കണോ എന്നുള്ള കാര്യമൊന്നും ഇവന്റെ അച്ഛനോട് പറയൂല. കാരണം അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അച്ഛൻ ചോദിക്കുമ്പോഴൊക്കെയും ഈ വ്യാപാരി മകന്റെ പഠിപ്പിനെ കുറിച്ചൊക്കെയും ചോദിക്കുമ്പോഴൊക്കെ അവർ പറയും നന്നായി നടക്കണു എന്നൊക്കെയും പറയും. അങ്ങനെ അവൻ അങ്ങനെ എന്താ പറയാ, ഇത്തരം കഴിവുകൾ, അറിവൊന്നും ആർജിക്കാണ്ടാണ് അവൻ വളർന്നത്. അച്ഛൻ ഒരു ദിവസം ഇവനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കും, നീ പഠിക്കണില്ലേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു, നിന്റെ വിദ്യാഭ്യാസം എങ്ങനെ പോണു? അറിവാണ്, എല്ലാ പണത്തിനേക്കാളും വലുത് അറിവാണ്. അപ്പൊ നീ അത് ആർജിക്കണം എന്ന് പറയും. എന്റെ കാലശേഷം ഈ കച്ചവടം മുഴുവൻ നീയാണ് നോക്കി നടത്തേണ്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് ഇയാൾ പറയും, നമ്മൾക്ക് എത്ര ധനമുണ്ട്, നമുക്ക് എത്ര വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ നിനക്ക് അറിയുമോന്ന് ചോദിക്കും. അപ്പൊ ഇവൻ പറയും, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇവന്റെ അച്ഛൻ പറയും, മൻസൂറിന്റെ അച്ഛൻ പറയും, നിനക്കും നിന്റെ അടുത്ത തലമുറയ്ക്കും നിന്റെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിന്റെ അടുത്ത തലമുറയ്ക്കും കഴിയാനുള്ള പണമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമിതമാവരുത്, അമിതമായി ചെലവാക്കരുത്. അങ്ങനെയെങ്കിൽ ആവശ്യത്തിന് ചെലവാക്കി കഴിഞ്ഞാല് നിനക്കും നിന്റെ അടുത്ത തലമുറകൾക്കും കഴിയാനുള്ള നമ്മളുടെ സമ്പത്ത് നമുക്കുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, താമസ സ്ഥലങ്ങളും പറമ്പുകളും ഒക്കെ ഉണ്ട് എന്ന് പറയും. അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയും. അപ്പൊ അറിവ് നേടണം എന്നൊക്കെയും പറയും. അപ്പൊ ഇവന് ശരി എന്നൊക്കെയും പറയും. പക്ഷെ ഇവൻ അതൊന്നും അങ്ങനെ കാര്യമാക്കി എടുക്കില്ല. അധികം വൈകാണ്ട് ഈ വ്യാപാരി മരിച്ചു പോകും. മൻസൂർ ഒറ്റയ്ക്കാവും. അപ്പൊ മൻസൂറിന് എല്ലാ ചുമതലകളും വരും. അപ്പോൾ മൻസൂർ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി അവന്റെ അടുത്ത് ഈ മുൻഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ അച്ഛന് സഹായിയായിട്ട് നിന്നിരുന്ന കണക്കപ്പിള്ളയ്ക്കും പോലെ ഒരാൾ. അയാൾ വന്നിട്ട് പറയും, ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്തണം എന്നൊക്കെയും പറഞ്ഞ് അങ്ങനെ അവനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവന്റെ വേറെ ചില കൂട്ടുകാര് ഇവന്റെ ഒപ്പം കൂടിയിട്ട് പറയും, ഇത്രയും പൈസ ഇല്ല, അപ്പൊ നീ ഇനി എന്തിനാ കഷ്ടപ്പെടുന്നത്, നിനക്കും നിന്റെ അടുത്ത തലമുറകൾക്കും കഴിയാനുള്ള പൈസ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്, വെറുതെ ഇങ്ങനെ സമയം ചെലവാക്കണം എന്തിനാണ് എന്നൊക്കെയും പറഞ്ഞിട്ട് അവനോട് മറ്റേ സുഖലോലുപതകളൊക്കെ അനുഭവിക്കേ എന്നും പറഞ്ഞിട്ട് മദ്യം കഴിക്കാനും കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇവനെ പലയിടത്തിലേക്കും കൊണ്ടുപോയി ഇവന്റെ പൈസയൊക്കെയും അവരിങ്ങനെ ഉപയോഗിക്കും, ഈ കൂട്ടുകാർ ഉപയോഗിക്കും. അപ്പൊ ഇവനും അവര് കാണിക്കുന്ന സ്നേഹമാണ് ശരിക്കുള്ള സ്നേഹം എന്ന് വിചാരിച്ചിട്ട് അവര് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കും. അത് കഴിഞ്ഞ ഒരു ദിവസം നോക്കുമ്പോഴേക്കും മുൻഷി വന്ന് പറയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എന്റെ ജോലി മതിയാക്കി പോവുകയാണ് എന്ന് പറയാം. അപ്പൊ ഇവൻ ചോദിക്കും, മൻസൂർ ചോദിക്കും, എന്താ അങ്ങ് പോണത്, എന്താണ്, എത്രയോ കാലമായിട്ട് അങ്ങ് എൻ്റെ അച്ഛൻ്റെ ഒപ്പം നിൽക്കണതാണ്. അപ്പൊ ഈ മുൻഷി പറയും, ശരിയാണ്, ഇത്രയും കാലം ഞാൻ ഇതെല്ലാം നോക്കി നടത്തി, നിന്റെ അച്ഛൻ സമ്പാദിച്ചതെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കായിരുന്നു.
പക്ഷെ നീ അത് ചെയ്തില്ല. കച്ചവട സ്ഥാപനങ്ങളൊന്നും ഇല്ല, എനിക്ക് ഇനിയിപ്പോൾ നോക്കി നടത്താൻ, കണക്ക് നോക്കാനൊന്നും എനിക്ക് ഇനി ഒരു കച്ചവട സ്ഥാപനവും ഇല്ല, എല്ലാം നീ പണയം വെച്ചും വിറ്റും കളഞ്ഞു എന്ന് പറയണം. അപ്പൊ പറമ്പോ ഇതാക്കി പറയണം. അപ്പൊ ഇനി ആകെ ആ താമസിക്കുന്ന വീട് പോലും ഇപ്പൊ സ്വന്തമായിട്ടില്ല, അതുപോലും പണയം വെച്ച് പലപ്പോഴും കൂട്ടുകാർ പറഞ്ഞു കൊടുത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തും അങ്ങനെ അത് മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇനി ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് അത്രയും സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാള് പോവും. അങ്ങനെ പണിക്കാരെല്ലാവരും പോവും, കാരണം പണിക്കാർക്ക് പൈസ കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാൻ അവർക്ക് പൈസ വേണ്ട. അപ്പൊ അങ്ങനെ ഇവൻ ഒറ്റയ്ക്കാവും ആ വീട്ടില്, ആ വീട് പോലും അവന്റെ സ്വന്തമല്ല, അങ്ങനെ അവൻ ഒറ്റയ്ക്കാവും. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഇവന് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വെച്ച് കൊടുക്കും. അപ്പൊ ഇവൻ ചോദിക്കും, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പൊ അവൻ വിചാരിക്കും അതൊരു പണിക്കാരിയാണ് എന്ന് വിചാരിക്കും. നീ എൻ്റെ ശമ്പളം തരാനൊന്നുമില്ല, അപ്പൊ എന്തിനാണ് നീ മാത്രം ഇവിടെ നിൽക്കുന്നത്, പൊയ്ക്കോളാൻ പറയും, ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയും. അപ്പൊ പറയും, ഞാൻ ദയ, സുമ്രൂദ്, സുമ്രൂദ് എന്നാണ് എൻ്റെ ശരിക്കും പേര്, എന്നെ ദയ എന്നാണ് വിളിക്കുക. എന്നെ പണയം വെച്ചിട്ട് 10,000 രൂപയ്ക്ക് എന്നെ എന്താ പറയുക കച്ചവടം ചെയ്തിട്ട് അങ്ങേക്ക് ഒരു കച്ചവടം ആരംഭിക്കാം, വീണ്ടും ജീവിക്കാൻ തുടങ്ങാം, സമ്പാദിക്കാൻ തുടങ്ങാം എന്നൊക്കെ പറയാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കും, നീ ആരാണ്, നിന്നെ തന്നെ വിറ്റിട്ട് എന്നോട് രക്ഷപ്പെട്ടോളാൻ പറയാൻ നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ ഒപ്പാണ്, മുത്തശ്ശൻ്റെ ഒപ്പാണ് ഇവിടെ വന്നത് എന്ന് പറയും. അപ്പൊ അബുൾ ഹസൻ എന്നും പറഞ്ഞിട്ട് ഇവര് ഈ മൻസൂറിന്റെ അച്ഛനൊക്കെയും കൂടിയിട്ട് മണലാരണ്യത്ത് കൂടെ കച്ചവടക്കും ചെയ്ത് മരുഭൂമി കൂടെ വരണ സമയത്ത് ഒരു അപ്പൂപ്പൻ പേരക്കുട്ടീനെയും പിടിച്ച് നിൽക്കണ കാണുകയാണ്. അപ്പൊ അപ്പൂപ്പന്റെ മകന്റെ ഭാര്യയുടെയും കുട്ടിയാണത്. മകനും മകന്റെ ഭാര്യയും മരിച്ചുപോയി, ഈ പേരക്കുട്ടി മാത്രമായി. അപ്പൊ ഈ പേരക്കുട്ടീനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ അപ്പൂപ്പന് വന്നു, അബുൾ ഹസന് വന്നു. അപ്പൊ ഈ പേരക്കുട്ടീനെയും കൊണ്ട് മണലാരണ്യത്തിന് നിൽക്കുകയാണ്, വെള്ളം ദാഹിച്ചും വലഞ്ഞു നോക്കി. അപ്പൊ ഇവര് കച്ചവട സംഘം, മൻസൂറിന്റെ അച്ഛനൊക്കെയുള്ള കച്ചവട സംഘം വരുന്ന സമയത്ത് ഇവരെ കാണുമ്പോഴേക്കും ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെയും കൊടുക്കും. അപ്പൊ ഇവരോട് പാവം തോന്നിയിട്ട് അവസാനം ഇവർ പറയും ഇവരുടെ ഒപ്പം പോകുന്നോളാൻ പറയും. അങ്ങനെ കച്ചവട സംഘം ഇവരെയും കൂട്ടുകയാണ്. അങ്ങനെയാണ് മൻസൂറിന്റെ വീട്ടിലേക്ക് ഇവളും ഇവളുടെ മുത്തശ്ശനും എത്തുന്നത്. അപ്പൊ എന്നിട്ട് മൻസൂറിന്റെ അച്ഛൻ പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ പേരക്കുട്ടി ഇവിടെ വളരട്ടെ, അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവളിവിടെ സുരക്ഷിതയായിട്ട് വളരും എന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടെ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെയും ചെയ്ത് ഈ അബുൾ ഹസൻ ദയയും, സുമ്രൂദ് എന്നാണ് അവളുടെ പേര്, ദയയും അവിടെ അങ്ങനെ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഈ അബുൾ ഹസൻ മരിച്ചുപോയി. എന്നാലും ഈ മൻസൂറിന്റെ അച്ഛൻ പറയാം, അബുൾ ഹസൻ മരിച്ചാലും നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നീ ഇവിടെ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞ് ദയനെ അങ്ങനെ സംരക്ഷിച്ചു വരികയായിരുന്നു. അപ്പൊ മൻസൂറിന് ഈ അബുൾ ഹസനെ ഓർമ്മയുണ്ട്, പക്ഷെ ഈ ദയേനെയൊന്നും അവൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അവൻ അങ്ങനെ യാതൊരു കാര്യത്തിനും ശ്രദ്ധിക്കാറില്ലല്ലോ, കൂട്ടുകാരുടെ ഒപ്പം കളിച്ച് നടക്കുകയല്ലായിരുന്നോ, അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അവന് ഭയങ്കര സങ്കടം തോന്നും. അപ്പൊ ദയ പറയും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എനിക്ക് എന്നെ ചന്തയിൽ കൊണ്ടുപോയി അടിമകൾ, അന്നൊക്കെയെന്ന് വെച്ചാല് അടിമകളെ വിൽക്കും. അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ സ്ഥലത്തുനിന്ന് പാവ ആൾക്കാരെയൊക്കെയും പിടിച്ചു കൊണ്ടുവന്നിട്ട്, കരുത്തുള്ള ആൾക്കാർ പോയി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവരെ പലയിടത്തും വേലക്കാരായിട്ട് വിറ്റ് കളയും, അടിമകളാക്കിയിട്ട് വിറ്റ് ഒരു പൈസ വാങ്ങും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിമയാക്കി വിറ്റ് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റോളാൻ പറയണം. അപ്പൊ 10,000 രൂപയ്ക്ക് ആരെങ്കിലും തരുമോ, 10,000 രൂപയ്ക്ക് ഒരാളെ വിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. ദിനാർ, 10,000 ദിനാറാണ്, രൂപയല്ല, അവിടുത്തെ നാണയം. അപ്പൊ ഇവള് പറയും, എനിക്ക് എല്ലാ അറിവുകളും ഉണ്ട് എന്ന് പറയാം. അപ്പൊ നീ എങ്ങനെ ഈ അറിവൊക്കെ ആർജിച്ചു എന്ന് ചോദിക്കുമ്പോൾ മൻസൂർ ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് ഈ അറിവൊക്കെ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും, അങ്ങനെ പഠിപ്പിക്കാൻ, മൻസൂറിനെ പഠിപ്പിക്കാൻ വേണ്ടി മൻസൂറിന്റെ അച്ഛൻ പല അധ്യാപകരെ വിളിച്ചു ക്ലാസ് എടുപ്പിച്ചിരുന്നല്ലോ. മൻസൂർ ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ദയ അപ്പുറത്തിരുന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചെല്ലാം കേട്ടു പഠിച്ചു. അപ്പൊ മൻസൂറിനെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇവള് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മൻസൂർ ഇവളെയും കൊണ്ട് ചന്തയിൽ പോവാണ്, അടിമച്ചന്തയിൽ പോയിട്ട് 10,000 ദിനാറിന് ഇവളെ വിൽക്കാൻ വെക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ 10,000 ദിനാറിന് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും സൈനികര്, രാജാവിന്റെ സൈനികര് എന്ത് ചെയ്യും, രാജാവിന്റെ കൊട്ടാരത്തില് വിവരം അറിയിക്കും. അപ്പൊ അന്ന് എങ്ങനെയാന്ന് വെച്ചാല് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ആള് ഭരിക്കണ ഒരു സമയമാണ്. അപ്പൊ അയാളുടെ കൊട്ടാരത്തിലെ സൈനികര് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഇത്രയും 10,000 ദിനാറിന് ഒരു സ്ത്രീനെ അവിടെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹാറൂൺ റഷീദ് ചോദിക്കും, എന്താണ് ഇപ്പൊ അത്ര ആ സ്ത്രീക്ക് ഇത്ര വിശേഷത, 10,000 ദിനാറിന് വെക്കാൻ എന്നാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയും. അപ്പൊ അങ്ങനെ മൻസൂറിനെയും ദയേനെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ദയ പറയും ഹാറൂൺ റഷീദിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് പറയും,
അങ്ങയുടെ കൊട്ടാരത്തിലെ യാതൊരു സ്ത്രീകളുമായിട്ടും ചിലപ്പോൾ എനിക്ക് ഒപ്പം നിൽക്കാൻ പറ്റില്ലായിരിക്കും സൗന്ദര്യം കൊണ്ട്. പക്ഷെ അറിവുകൊണ്ട് എനിക്ക് എല്ലാ കഴിവ് ഗുണഗണങ്ങൾ കൊണ്ടും ഞാൻ അവരെക്കാളൊക്കെ മീതെയാണ് എന്നവള് ഭയങ്കര ആത്മവിശ്വാസത്തിൽ പറയാണ്. അപ്പൊ ഹാറൂൺ റഷീദ് പറയും, നീ സുന്ദരിയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും, നീ സുന്ദരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിന്റെ അറിവും കഴിവൊക്കെ അളക്കണമെങ്കിൽ ഞാൻ അതിനെ പണ്ഡിതന്മാരെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരെ ഇവളെ പരീക്ഷിക്കാൻ വിളിക്കണം. പണ്ഡിതന്മാർ വരും, ഇവളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എന്താണ് പ്രാർത്ഥന, എന്താണ് എന്താ പറയാ, ദൈവത്തിനെ ആരാധിക്കുന്നത് എന്തിനാണ്, അങ്ങനെ പ്രാർത്ഥനയുടെ ഭൗതികമായിട്ടുള്ള ഫലം എന്താണ്, അങ്ങനെ പലതും ഇവളോട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ പെട്ടെന്ന് ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പണ്ഡിതൻ വന്നിട്ട് ദയോട് ഒരു കണക്ക് ചോദിക്കാണ് ഇവളുടെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യം എങ്ങനെയാണ് കേട്ടാ, പെട്ടെന്ന് ഉത്തരം പറയണം. ഒരു മരത്തിൽ കുറെ പക്ഷികൾ ഉയരത്തിലും താഴത്തുമായി രണ്ട് കൊമ്പുകളിൽ വന്നിരുന്നു. മുകളിലും താഴെയായിട്ട് രണ്ട് കൊമ്പുകളിൽ കുറെ പക്ഷികൾ വന്നിരുന്നു. മുകളിലിരിക്കുന്നവർ താഴെ ഇരിക്കുന്നവരോട് പറഞ്ഞു. മുകളിലിരിക്കുന്ന പക്ഷികൾ താഴെ ഇരിക്കുന്നവരോട് എന്ത് പറഞ്ഞു? നിങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്നാൽ ഞങ്ങൾ നിങ്ങളുടെ ഇരട്ടി. മുകളിലിരിക്കുന്ന പക്ഷികൾ താഴെ ഇരിക്കുന്ന പക്ഷികളെ നോക്കിയിട്ട് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാള് ഞങ്ങളുടെ കൂടെ, താഴേന്ന് ഒരു പക്ഷി മുകളിൽ വന്നിരുന്നാല് മുകളിലുള്ള പക്ഷികളുടെ എണ്ണം എന്താവും? താഴെയുള്ള പക്ഷികളുടെ ഇരട്ടിയാവും. ഞങ്ങളിൽ ഒരാൾ താഴെ വന്നിരുന്നാൽ നമ്മൾ സമാസമം. ഇനി മുകളിലുള്ള പക്ഷികളുടെ കൂട്ടത്തുനിന്ന് ഒരാൾ താഴെയാണ് ചെന്നിരിക്കണെന്നുണ്ടെങ്കിലോ, അപ്പൊ മുകളിലും താഴെയും ഒരേ എണ്ണം പക്ഷികളാവും, സമമാവും. അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയും എത്രയാണ്? ഇതാണ് ചോദ്യം കേട്ടോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ഇട്, ഞാൻ പറയാം അപ്പോ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ പുസ്തകം വാങ്ങി വായിക്കണം. ഇവള് ശരിക്കും ഉത്തരം പറയും, കണക്ക് പറയും. എന്നിട്ട് ദയ തിരിച്ചൊരു കണക്ക് ചോദിക്കും. അതെന്താണെന്നറിയോ? ഞാനൊരു കണക്ക് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ദയ ചോദിക്കും, ഒരു കൂട്ടം പക്ഷികൾ ഒരു മരത്തിൽ വന്നിരുന്നു, അപ്പുറത്തെ മരത്തിൽ ഒരു പക്ഷിയിരുന്നു. ഒരു കൂട്ടം പക്ഷികൾ ഒരു മരത്തിൽ വന്നിരുന്നു, അപ്പുറത്തെ മരത്തിൽ വേറൊരു പക്ഷിയിരുന്നു. എന്നിട്ട് ഈ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന പക്ഷി ഈ കൂട്ടായിട്ടിരിക്കുന്ന പക്ഷികളെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളിൽ പകുതിയും, നിങ്ങളിൽ പകുതിയും, അതിൽ പകുതിയും ഞാനും ചേർന്നാൽ 100, നിങ്ങൾ എത്ര എന്നുള്ളത് ദയ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ കണക്ക് വിദഗ്ധരൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അവര് ചോദിച്ചപ്പോ ദയ വേഗം മറുപടി പറഞ്ഞു. പക്ഷെ ദയയുടെ ചോദ്യത്തിന് അവർക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കിട്ടുന്നില്ല. അവരിങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളും പിന്നെ പകുതി, പിന്നെ അതിന്റെ പകുതി, പിന്നെ ഒന്നും എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ദയ ഉത്തരം പറയും. ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ദയ ഉത്തരം പറയും. 36 എന്നാണ് ദയ ഉത്തരം പറയാട്ടാ. ഈ 36 എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണേ, എന്നിട്ട് കമന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കണക്കൊക്കെയും ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെയും ചോദിച്ച് എല്ലാത്തിനും ദയ മറുപടി പറയും. അവസാനം ദയയുടെ അടുത്ത് ചോദിക്കും, എന്താണ്, സ്വതന്ത്രമാക്കി കഴിഞ്ഞാല്, അത് അടച്ചു പൂട്ടിയിരിക്കുമ്പോ തടവിൽ കഴിയുമ്പോ എന്ന് വെച്ചാൽ തടവിലിട്ട് കഴിയുമ്പോ ജീവിക്കും, സ്വതന്ത്രമാക്കി കഴിഞ്ഞാല് അപ്പോ ചത്തുപോകും. അങ്ങനെയുള്ളത് എന്താണെന്ന് ചോദിക്കണം. അപ്പൊ ദയ കളിയാക്കും. ഒരു വലിയ അറിവുള്ള ഒരാൾ വന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ ദയ പറയും, ഇതേത് ചെറിയ കുട്ടിയോടും ചോദിക്കാവുന്ന കടങ്കഥയാണല്ലോ, മത്സ്യമാണ് ഉത്തരം. വെള്ളത്തിന്ന് പുറത്തേക്ക് പിടിച്ച് സ്വതന്ത്രമാക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ മത്സ്യം ചത്തുപോലും, മത്സ്യമാണ് ഉത്തരം എന്ന് പറയും. അപ്പൊ വേറൊരാൾ വന്നിട്ട് ചോദിക്കും, നാളെ മഴ പെയ്യും എന്ന് ചോദിക്കും. അപ്പൊ ദയ ആദ്യം ഒന്നും മിണ്ടാണ്ട് തല കുമ്പിട്ടിരിക്കും. അപ്പൊ ഇയാള് വിചാരിക്കും അവള് ഉത്തരം മുട്ടിപ്പോയി ഇരിക്കണം. അപ്പൊ മൻസൂർ ആകെ വിഷമിക്കും, ദൈവമേ ദയക്ക് മറുപടി പറയാൻ പറ്റില്ലേന്ന്. അപ്പൊ ദയ പറയും, ഒരാൾ മരിക്കണ സമയം, അമ്മയുടെ വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ, മഴ പെയ്യോ ഇല്ലയോ, ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല, ഇതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, എന്തുത്തരം പറഞ്ഞു കഴിഞ്ഞാലും എന്ത് പ്രവചിച്ചു കഴിഞ്ഞാലും അതെല്ലാം 100% ശരിയായിക്കൊള്ളണം എന്നില്ല എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ഇവള് പറഞ്ഞതിനെല്ലാം മറുപടി പറഞ്ഞ് എല്ലാവരും ജനങ്ങളൊക്കെയും കൈയടിക്കാൻ തുടങ്ങും. രാജാവിനും ഭയങ്കര ഇഷ്ടാവും. അപ്പൊ അങ്ങനെ അവസാനം ഇവളെല്ലാവരുടെയും പ്രീതിപ്പെടുത്തിപ്പെട്ടും രാജാവിന് സമ്മതാവും. ഇവൾക്ക് 10,000 അല്ല അതിനും കൂടുതൽ കൊടുത്താലും നഷ്ടമില്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 10,000 ദിനാർ എന്നിട്ട് ആർക്ക് കൊടുക്കുകയാണ്? മൻസൂറിന് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, ഇവൾക്ക് 10,000 തന്നാലും അധികമല്ല, ഇവളാരാണ്, നീ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ മൻസൂർ തന്റെ കഥയൊക്കെയും പറയും. അങ്ങനെ ദയ സുമറൂദ് എന്ന് പറഞ്ഞ തന്റെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെയും പറയും.
അപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുമ്പോ രാജാവ് ഹാറൂൺ റഷീദ് എന്ത് പറയും, ഇനിയെങ്കിലും നീ ഇവളുടെ സഹായത്തോടു കൂടി ഇവള് പറയണ കേട്ടിട്ട് നീ ഒരു പുതിയ ജീവിതം ആരംഭിക്ക്, നന്നായി ജീവിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവള് ഉണ്ടാക്കി തന്ന ഈ പൈസ കൊണ്ട് നീ പുതിയ കച്ചവടക്കും തുടങ്ങി നല്ല ജീവിതം ജീവിക്ക് എന്നും പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് നമ്മളുടെ ദയോട് സുമറൂദിന്റെ അടുത്ത് ഹാറൂൺ റഷീദ് ചോദിക്കും, നിനക്ക് ഇനി എന്താ വേണ്ടേ, ഈ കൊട്ടാരത്തിലെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം തന്നെ നിനക്ക് ഞാൻ നൽകാം, നിനക്ക് എന്ത് സുഖ സൗകര്യങ്ങളും വേണമെങ്കിൽ ചോദിക്കാം എന്നൊക്കെ പറയാണ്, നിനക്ക് എന്താ വേണ്ടേ ചോദിക്കാം. അപ്പൊ ദയ പറയും, എനിക്കൊന്നും വേണ്ട, എന്നെ മൻസൂറിന്റെ ഒപ്പം ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഹാറൂൺ റഷീദ് പറയും, ഞാൻ നീ വിചാരിച്ചത് തന്നെയാണ് നീ ചോദിച്ചത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിടും. അപ്പൊ ഈ കിട്ടിയ പൈസയും കൊണ്ട് ദയ പറയും. അപ്പൊ ഇവര് തിരിച്ചിങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് നടക്കുന്ന സമയത്ത് കൊട്ടാരത്തില് ഇവരുടെ ഈ ചോദ്യോത്തരവും ഇവരെ പരീക്ഷിക്കണതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ കൂടി നിന്നുണ്ടായിരുന്നു. അപ്പൊ അതില് അലി ഷാഹിർ എന്ന് പറയുന്ന ഒരാളുണ്ടായി. അപ്പൊ അയാൾ ഇവര് പതുക്കെ കൊട്ടാരത്തിൽ നിന്ന് നടക്കുന്ന സമയത്ത് ഈ അലി ഷാഹിർ ഓടി വന്നിട്ട് ഇവരെ പരിചയപ്പെടും. എന്നിട്ട് പറയും, ഞാനും ഉണ്ടായിരുന്നു ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ അയാളൊരു സാധാരണക്കാരനെ പോലെ വേഷിട്ടേക്കണതൊക്കെ. അപ്പൊ അയാൾ പറയും, എന്റെ യജമാനൻ ഒരുപാട് പൈസ ഉള്ള ഒരാളാണ്, ധനികനാണ്. അപ്പൊ എന്റെ യജമാനൻ വേണമെങ്കിൽ ഇവൾക്ക് 15,000 രൂപ തരും, ഇവളെ എനിക്ക് തരാൻ പറയാണ്. അപ്പൊ മൻസൂർ പറയും, ഞാനൊരു അടിമക്കച്ചവടക്കാരനൊന്നല്ല, നിവൃത്തികേട് കൊണ്ടാണ് ഇവിടെ വന്നത്, ഇനി ഞാൻ എന്തായാലും ഇവളെ കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അടിമക്കച്ചവടമല്ല എന്റെ തൊഴിൽ എന്നും പറഞ്ഞിട്ട് ദയനെയും കൂട്ടിയിട്ട് ഇവൻ പോവും. അപ്പൊ ദയയും പറയും, ഞാനങ്ങനെ എന്നെ ഇനി വിൽക്കണില്ല എന്നും പറഞ്ഞിട്ട് ദയ എന്നിട്ട് നടക്കുമ്പോ മൻസൂറിന്റെ അടുത്ത് പറയും, അയാള് എനിക്ക് വില പറഞ്ഞെങ്കിലും പക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളൊരു സാധാരണക്കാരനല്ല, അയാൾക്ക് എന്തൊക്കെയോ വേറെ ഉദ്ദേശങ്ങളുണ്ട്, അയാൾ പറഞ്ഞ പോലെയൊന്നല്ല കാര്യങ്ങൾ എന്ന് അയാളുടെ കണ്ണും പെരുമാറ്റമൊക്കെ നോക്കിയിട്ട് ദയ ഇങ്ങനെ പറയും. അങ്ങനെ ഇവര് തിരിച്ച് പോവും. അപ്പം ദയ പറയും, ഈ കിട്ടിയ പൈസക്ക് നമുക്കൊരു ചെറിയ വീട് വാങ്ങണം. അപ്പൊ അതുവരെയും ഇവരുടെ വീട് നഷ്ടപ്പെട്ടു പോയല്ലോ, അവിടെ വേറൊരു വീടാവണ വരെ ജീവിക്കാൻ അനുവദിക്കണം എന്നും പറഞ്ഞിട്ട് കടക്കാരോട് അനുവാദം ചോദിച്ചിട്ടാണ് മൻസൂർ അവിടെ താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ദയയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് നഗരാതിർത്തിയിൽ കുറച്ച് മാറിയിട്ട് അധികം ഇവരെ അറിയണ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കൊച്ചു വീടൊക്കെ വാങ്ങി ഇവരവിടെ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ ദയ പറഞ്ഞ്, നമുക്ക് പതുക്കെ കച്ചവടങ്ങളൊക്കെ തുടങ്ങണം, വലിയ ലാഭം ഉണ്ടാക്കാനൊന്നും വേണ്ട, നമുക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി കുറേശ്ശെ ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കച്ചവട സ്ഥാപനം ആരംഭിക്കണം എന്നൊക്കെ പറയും. അപ്പൊ പറയുമ്പോ ഞാൻ കുറെ കമ്പളം തുന്നാനും അതുപോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ചിത്രവേലകളൊക്കെ ഉള്ള നല്ല എംബ്രോയിഡറി വർക്കൊക്കെയും ചെയ്യണ തരത്തിലുള്ള കമ്പളം, കമ്പിളി പുതപ്പ് അങ്ങനത്തെയൊക്കെയുള്ള വിരിപ്പൊക്കെയും അത് ഞാൻ തയ്ച്ചു തരാം, കമ്പളം തയ്ച്ചു തരാം. അപ്പൊ ആഴ്ചയിൽ ഒരെണ്ണം വിറ്റാൽ മതി, ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി പൈസ മിച്ചം വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് സ്വന്തമായിട്ടൊരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റും, അത്യാർത്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മൻസൂറിനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഇവളൊരു കമ്പളം നെയ്ത് 6 ദിവസം എടുത്തിട്ടാണ് ഇവളൊരു കമ്പളം നെയ്തുണ്ടാക്കുക. നല്ല ഭംഗിയിലൊരു കമ്പളം നെയ്തിട്ട് മൻസൂറിന്റെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഇത് കൊണ്ട് വിറ്റോളാൻ പറയും, ഈ ആഴ്ച ഇത് വിൽക്കാം, അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ വേറെ ഒരെണ്ണം തുന്നിത്തരാം, അങ്ങനെ ഇത് കൊണ്ട് വിൽക്കാൻ പറയും. അപ്പൊ വിൽക്കാൻ കൊടുക്കുമ്പോൾ ഇവളൊരു നിബന്ധന പറയും, ഇത് ചന്തയിൽ കൊണ്ട് വിൽക്കുമ്പോൾ 300 ദിനാറിൽ കുറഞ്ഞിട്ട് ഇത് കൊടുക്കരുത്, 300 ദിനാറിലും വില കുറച്ചിട്ട് ഈ കമ്പളം കൊടുക്കരുത്, എന്നാ അന്യദേശക്കാര് വേറെ നാട്ടിൽ നിന്നുള്ളവര് വന്നിട്ട് ഇതിന് 300 ദിനാറിനേക്കാളും കൂടുതൽ തരാന്ന് പറഞ്ഞാലും അവർക്കും ഇത് കൊടുക്കരുത് പറയും. അപ്പൊ ഇതൊക്കെ സമ്മതിച്ച് നമ്മുടെ മൻസൂർ ഈ കമ്പളവും കൊണ്ട് ചന്തയിൽ പോയി വിൽക്കാൻ വെക്കും. അപ്പൊ 10,000 ഇവരും ഇങ്ങനെ വിചാരിക്കും 300 ദിനാറ് പറഞ്ഞതൊക്കെ വാങ്ങുമെന്നൊക്കെ അവന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കച്ചവടക്കാരൊക്കെ വന്ന് നോക്കി കഴിയുമ്പോൾ അവർ പറയും 300 ദിനാറ് ഇതിന് ന്യായമായിട്ടുള്ള വിലയാണ്, അത്രയും ഗുണമുണ്ട് ഇതിന് എന്നും പറഞ്ഞ് അവര് സ്ഥിരമായിട്ട് കച്ചവടം ചെയ്തിരുന്ന ഒരാളാണ് ഈ കമ്പളം വാങ്ങുക. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിൽക്കണ പിന്നെ അങ്ങനെ ഇയാൾ ഇതും കൊണ്ട് പോരും. അടുത്ത പ്രാവശ്യം ഇവള് വീണ്ടും അടുത്ത കമ്പളം തുന്നി കൊടുക്കും. അതും കൊണ്ട് പോകുമ്പോഴേക്കും വേറൊരാള് വന്നിട്ട് മൻസൂറിന്റെ അടുത്ത് പറയും, ഞാൻ ഈ കമ്പളം ഞാൻ എടുക്കാം, എത്ര പൈസ വേണമെന്ന് പറയും. അപ്പൊ ഇയാൾ അന്യ നാട്ടുകാരനാണ്, വേറെ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ ദയ പറഞ്ഞത് ഓർത്തിട്ട് മൻസൂർ ഇയാൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ വാങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വില കൂട്ടി പറയും. ഇതിന് 500 ദിനാറാ വില എന്ന് പറയും. എടുത്ത വഴിക്ക് ഇപ്പം പറയും, ഞാൻ എടുക്കാം, ആ പൈസത്തേക്ക് ഞാൻ എടുക്കാന്ന് പറയും. അപ്പൊ മൻസൂർ പറയില്ല, ഞാനത് വിൽക്കണില്ല എന്ന് പറയും. അപ്പൊ അയാൾ ബഹളം ഉണ്ടാക്കും, പറഞ്ഞ വില തരാന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ഇത് വിൽക്കാണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ ആൾക്കാർ കൂടും. അപ്പൊ ഈ വാങ്ങാൻ വന്ന ആള് പറയും,
ഇയാൾ ഇതിന് 500 ദിനാർ പറഞ്ഞു. 300 ദിനാറിന് വിലയുള്ളൂ ഇതിന്, പക്ഷെ 500 ദിനാർ ഇയാൾ പറഞ്ഞു ഞാനത് കൊടുക്കാന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ അയാൾ ഇത് എനിക്ക് വിൽക്കണില്ല എന്ന് പറയും. അപ്പൊ എല്ലാവരും പറയും അത് ശരിയല്ല, അയാൾക്ക് വിൽക്കാമെന്നും പറഞ്ഞിട്ട് അയാളോട് വില പറഞ്ഞ് അയാൾ സമ്മതിച്ചു കഴിയുമ്പോൾ അയാൾക്ക് അത് കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ല, വിൽക്കണം എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴേക്കും മൻസൂർ അവസാനം നിവൃത്തിയില്ലാണ്ട് അത് വിൽക്കും. അപ്പൊ മൻസൂർ വിചാരിക്കും എന്തായാലും പറഞ്ഞതിനേക്കാളും കൂടുതൽ വിലയാണല്ലോ കിട്ടിയത്, കുഴപ്പമുണ്ടാവില്ല, ദയനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാള് ആ പൈസയും കൊണ്ട് മൻസൂർ വീട്ടിലേക്ക് മടങ്ങാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഈ കമ്പളം വാങ്ങിയ ആള് കൂടെയുണ്ട്. അപ്പൊ മൻസൂർ തിരിഞ്ഞെന്ന് ചോദിക്കും എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കും. അപ്പൊ പറയാം എൻ്റെ ഒരു ചെങ്ങാതി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ, പക്ഷെ ഈ സ്ഥലമൊക്കെ ആകെ മാറിപ്പോയി, അപ്പൊ ഞാൻ എവിടെയാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ഇവൻ പിന്നാലെ തന്നെ നടക്കണം. അപ്പൊ മൻസൂർ ഇയാള് കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൻസൂർ നടത്തം പതുക്കിയാക്കും. അപ്പൊ ഇയാളും നടത്തം പതുക്കിയാക്കും. അങ്ങനെ അവസാനം മൻസൂറിന്റെ വീടിന്റെ അവിടെ എത്തും. മൻസൂർ അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോഴേക്ക് ഇയാൾ ചോദിക്കും ഓ ഇതാണോ നിങ്ങളുടെ വീട്, എന്തായാലും നന്നായി, എനിക്ക് നല്ലോണം വെള്ളം ദാഹിക്കുന്നുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളം വേണം എന്ന് പറയും. അപ്പൊ മൻസൂർ എങ്ങനെ വെള്ളം ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കുക വെച്ചിട്ട് മൻസൂർ പറയും ആ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് മൻസൂർ അകത്തേക്ക് കയറിപ്പോവും. മൻസൂർ അപ്പൊ ദയ അകത്ത് അടുക്കളയിൽ പണിയെടുക്കുകയാണ്. അപ്പൊ മൻസൂർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്ക് ഇയാളും പിന്നാലെ ചെല്ലും. മൻസൂർ അകത്തുനിന്ന് വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോ ദയ ചോദിക്കും ഇത് ആർക്കാണ് ഈ വെള്ളം കൊണ്ടുപോകണേന്ന് ചോദിക്കും. അപ്പൊ പറയും ഇപ്പൊ വരാൻ വന്നിട്ട് പറയാന്ന് പറയും. എന്നിട്ട് മൻസൂർ പുറത്തേക്ക് വരുമ്പോഴേക്കും കാണാം ഇയാള് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അപ്പൊ മൻസൂറിന് അതത്ര ഇഷ്ടപ്പെടില്ല, പരിചയമില്ലാത്ത ഒരാള് ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ കയറി ഇരിക്കണത് അത്ര ശരിയായിട്ട് തോന്നില്ല. അപ്പൊ മൻസൂർ വെള്ളം കൊടുക്കും. അപ്പൊ ഇയാള് പറയും എന്തായാലും ഇവിടെ കയറി വെള്ളം കുടിക്കല്ലേ, എനിക്ക് ഞാൻ വിശന്ന് വലഞ്ഞു, എന്തായാലും എൻ്റെ ഭാര്യ കൊടുത്തയച്ച ഭക്ഷണം എൻ്റെ കയ്യിലുണ്ട് പൊതി, അപ്പൊ ഞാൻ അതൊന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ ഇയാൾ വേഗം നമ്മുടെ മൻസൂറും കുറച്ച് ഭക്ഷണം ഇയാൾ വിശന്നു എന്ന് പറയല്ലേ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ ഇയാൾ പറയും എന്തായാലും നിങ്ങൾ എനിക്ക് ഇത്രയും സഹായം ചെയ്തതല്ലേ, എൻ്റെ ഭാര്യ കൊടുത്തയച്ച ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളും ഒരു പങ്ക് പറ്റ് എന്നും പറഞ്ഞിട്ട് ഈ പൊതിന്ന് ഒരു പഴം എടുത്ത് കൊടുക്കും മൻസൂറിന്. മൻസൂർ അത് കഴിക്കും. പക്ഷെ കഴിക്കുമ്പോൾ തന്നെ മൻസൂറിന് ആകെ ഒരു അസ്വസ്ഥത തോന്നും. അപ്പൊ മൻസൂറിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ ദയോട് സൂക്ഷിക്കാൻ പറയാൻ വേണ്ടിയിട്ട് മൻസൂർ അകത്തേക്ക് പോകാൻ വേണ്ടി എണീക്കാൻ നിൽക്കുമ്പോഴേക്കും മൻസൂർ അവിടെ കുഴഞ്ഞു വീഴും. കുഴഞ്ഞു വീണ് കഴിയുമ്പോഴേക്കും ഇയാള് കൂടെ വന്ന് വെള്ളം കുടിക്കാൻ വന്ന ആള് വേഗം പുറത്തേക്ക് പോകും. അപ്പോഴേക്കും അവിടെ നിന്ന് അലി ഷാഹർ വരികയാണ്. അപ്പൊ ഇതാരാണ് വന്നത്, അലി ഷാഹറിന്റെ സുഹൃത്താണ്, അലി ഷാഹർ പറഞ്ഞു വിട്ട ആളാണിത്, റഷീദ് എന്ന് പറഞ്ഞ ഒരാള്. അപ്പൊ അങ്ങനെ ഇയാള് വന്നിട്ട് ഈ എന്താ പറയാ ദയ അപ്പോഴേക്കും വന്ന് കാണുമ്പോഴേക്കും പുറത്തേക്ക് വരുമ്പോഴേക്കും മൻസൂർ ബോധം കെട്ട് കിടക്കണതാ കാണാം. അപ്പൊ ദയ ഒച്ച വെക്കും. പക്ഷെ ഇയാൾ ഈ റഷീദൊക്കെ കൂടി ദയയുടെ വായ എടുത്ത് ഇവരുടെ കുതിരപ്പുറത്തിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകും. അലി ഷാഹർ തട്ടിക്കൊണ്ടുപോകും ദയനെ. കുറച്ച് കഴിഞ്ഞ് ഈ ബോധം വരണ സമയത്ത് അലി ഷാഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊമ്പനാലി എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനാണ്, പലയിടത്തുനിന്നും കട്ടും മോഷ്ടിച്ചും ഒക്കെയുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ കൊട്ടയിലേക്കാണ് ഈ കൊമ്പനാലി എന്നുള്ള ആളാണ് ഈ അലി ഷാഹർ എന്ന് പിന്നെ പേര് മാറ്റി ജീവിക്കുന്നത്. അപ്പൊ അലി ഷാഹറിന്റെ കോട്ടയിലേക്കാണ് കൊണ്ടുപോണത്. ബോധം വരുമ്പോഴേക്കും മൻസൂർ നോക്കുമ്പോഴേക്കും ദയനെ അവിടെ കാണാനില്ല. അപ്പൊ മൻസൂറിന് മനസ്സിലായി തന്നെ ആരോ പറ്റിച്ചു, അവര് വന്നവര് ദയനെ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇവര് പറഞ്ഞ പൈസ വാങ്ങിയിട്ട് ഇവര് തന്നെ പിന്നാലെ വന്നതാണ്. അപ്പൊ ദയ പറഞ്ഞത് ഓർക്കും, 300 ദിനാറിൽ കൂടുതൽ തരാന്ന് പറഞ്ഞാലും പുറത്തുള്ളവർക്ക് ഇത് വിൽക്കരുത് എന്നൊക്കെ ദയ പറഞ്ഞത് ഓർക്കും. അത് കേൾക്കാത്തോണ്ട് പറ്റിയ വിഷമാണല്ലോ എന്നൊക്കെ കുറ്റബോധത്തോടു കൂടി മൻസൂർ കരഞ്ഞു ഓടുകയാണ്, എന്റെ ദയനെ കണ്ടു ചോദിച്ചിട്ട്. അങ്ങനെ ഓടുന്ന വഴിക്ക് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നെ കാണും. അപ്പൊ ആമിനത്താത്ത എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ഇവനെ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോഴേക്കും ഇവന് ഉണ്ടായ വിവരങ്ങളൊക്കെ പറയും. അപ്പൊ ആമിനത്താത്ത പറയും നീ വിഷമിക്കാണ്ടിരിക്കെ, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് വിവരം പറയാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവര് ഈ ആഭരണങ്ങളൊക്കെയും പണ്ടങ്ങളൊക്കെയും കൊണ്ട് വിൽക്കണ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇങ്ങനെ അതും കൊണ്ട് ഇവരിങ്ങനെ നടന്ന് വിൽക്കണതിന്റെ ഇടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ഈ കൊമ്പനാലിയുടെ കോട്ടയിലെത്തും. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ഒരു സ്ത്രീ അവിടെ അടുക്കളയുടെ അടുത്തായിട്ട് വേറൊരു മുറിയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന കാണും. അപ്പൊ ഈ ആമിനത്താത്ത സംശയിക്കും, ഇതാണോ ഈ സ്ത്രീയാണോ നമ്മുടെ മൻസൂർ പറയുന്ന ദയ സുമറൂദ് എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഈ ആമിനത്താത്ത അവിടെ മറ്റുള്ള സ്ത്രീകളോട് ചോദിക്കും എന്താ ആ പെൺകുട്ടിക്ക് വേണ്ടേ വളയും മാലയൊന്നും ചോദിക്കും. അപ്പൊ പറയും അവള് വന്നപ്പോ തൊട്ട് ഇരിക്കണ ഇരിപ്പാണ്, അവൾക്കൊന്നും വേണ്ടാന്ന് പറയും. അപ്പൊ ആമിനത്താത്ത പറയും ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആമിനത്താത്ത അകത്ത് കയറി ഈ ദയയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറയും. അപ്പൊ ദയ ശ്രദ്ധിക്കണേ ഇല്ല. അപ്പൊ പതുക്കെ ആമിനത്താത്ത സ്വകാര്യമായിട്ട് മൻസൂർ എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവള് എവിടെയെന്ന് ചോദിച്ച് ബഹളം കൂട്ടും. അപ്പൊ ആമിനത്താത്ത പറയും സമാധാനമായിട്ടിരിക്കും, ഞാൻ മൻസൂർ പറഞ്ഞയച്ചിട്ട് വരണതാണ്, നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. രാത്രി ആവുമ്പോ അടുക്കളയുടെ അടുത്തുള്ള ജനലിന്റെ അവിടെ വന്ന് നിൽക്കണം,
മൻസൂർ കുതിരപ്പുറത്ത് വന്ന് താഴെ വന്ന് 3 ചൂളം വിളിക്കും. ചൂളം വിളിച്ചു കഴിയുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ ജനലിൽ കൂടെ കയറിട്ട് താഴത്തേക്ക് ഇറങ്ങണം, എന്നിട്ട് അങ്ങനെ മൻസൂറിന്റെ ഒപ്പം രക്ഷപ്പെട്ടോളാൻ പറയും. അങ്ങനെ രാത്രിയാവാൻ കാത്തിരിക്കുകയാണ് ആര്, നമ്മുടെ ദയ. അമിനത്താത്ത വന്നിട്ട് ആരോട് വിവരം പറയും, മൻസൂറിനോട് വിവരം പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടായി, കൊമ്പനാലിയുടെ കൊട്ടാരത്തിലാണ്, കോട്ടയിലാണ് താമസിക്കണേ. അപ്പൊ കൊമ്പനാലി എന്ന് പറയുന്നത് പണ്ട് ഈ ആനക്കൊമ്പ് വിറ്റിരുന്ന ഒരാളുടെ സഹായിയായിട്ട് കപ്പലിൽ ജോലിക്ക് നിന്നതാണ്. പക്ഷെ ഒരു ദിവസം വരുമ്പോഴേക്കും കപ്പല് കരക്കടിയണ സമയത്ത് ആരില്ല, ഈ ഉടമസ്ഥനില്ല, കപ്പലിന്റെ ഉടമസ്ഥനില്ല. അയാളും എങ്ങനെയോ മരിച്ചുപോയി, അപകടത്തിൽ പെട്ട് മരിച്ചുപോയി എന്നാണ് ആര് പറയാ, കൊമ്പനാലി പറയാ. അങ്ങനെ ഈ ആനക്കൊമ്പൊക്കെ വിറ്റിട്ടാണ് അയാള് പണക്കാരനാവണേ. അങ്ങനെയാണ് അയാൾക്ക് കൊമ്പനാലി എന്നുള്ള പേര് വരുന്നത്. അപ്പൊ സത്യത്തില് ഇയാള് ഈ ആനക്കൊമ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉടമസ്ഥനെ വിറ്റതാവണം എന്നാണ് ഈ ആമിനത്താത്തേക്കും പറയണത്. അപ്പൊ അങ്ങനെ ആമിനത്താത്ത പറഞ്ഞതനുസരിച്ച് മൻസൂർ വൈകുന്നേരം ആവുമ്പോഴേക്കും ആരെ രക്ഷിക്കാൻ, നമ്മുടെ ദയേനെ, സുമറൂദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കൊമ്പനാലിയുടെ കോട്ടയിലേക്ക്. അപ്പൊ അവിടെ തൊട്ടടുത്തെത്തും. രാത്രി ആവണവരെ കാക്കണല്ലോ. അപ്പൊ തൊട്ടടുത്തെത്തിയിട്ട് ഒരു സത്രത്തില് കുതിരേനെ അവിടെ കെട്ടിയിട്ട് അതിന് തീറ്റയ്ക്കും കൊടുത്തിട്ട് ആ സത്രത്തിൽ ഒരു മുറിയില് വിശ്രമിക്കാൻ വേണ്ടി കയറും ആര്, മൻസൂർ. പക്ഷെ അയാൾ എന്ത് ചെയ്യും, അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അന്ന് തന്നെയാണ് വേറൊരു കള്ളൻ, ജവാൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, മിന്നൽ ജവാൻ എന്ന് പറയുന്ന ഒരു കള്ളൻ. അയാൾ എന്താ വെച്ചാല് മിന്നലിന്റെ വേഗത്തിലാ മോഷ്ടിക്കുക. ഇപ്പൊ ബാഗ്ദാദിൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കേൾക്കാം അയാൾ വേറെ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു എന്ന്. അങ്ങനെ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച അങ്ങനെ ഒരു ബസ്രക്കാരനായിട്ടുള്ള ഒരു കൊള്ളക്കാരനാണ് ആര്, മിന്നൽ ജവാൻ. അപ്പൊ മിന്നൽ ജവാൻ അന്ന് തന്നെയാണ് മോഷ്ടിക്കാൻ വരുന്നത്. അപ്പൊ ഇവള് ദയ അവിടെ ജനലിന്റെ അവിടെ കാത്തിക്കണ സമയത്ത് താഴെ കാണാം ഒരു കുതിരപ്പുറത്ത് ഒരാൾ നിൽക്കണു. പക്ഷെ അയാള് ശബ്ദമൊന്നും ഉണ്ടാക്കണില്ല. അപ്പൊ ഇവള് ദയ കുറച്ചു നേരം കാത്തിക്കും, മൻസൂറാണ് ചൂളം വിളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അവൾക്ക് തോന്നും ഈ താഴത്തെ പണിക്കാരൊക്കെയും കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അയാള് ചൂളം വിളിക്കാണ്ടിരിക്കണതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവള് കയറ് ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ടിട്ട് ആട്ടും. എന്നിട്ട് വിളിച്ചു പറയും, ഈ കയറ് കൂടെ ഇറങ്ങി വരും കുറെ ദൂരം. പിന്നെ കയറ് അറ്റം വരെ താഴെ വരെ എത്തണില്ല. അപ്പൊ അവൾ അവിടെ കിടന്ന് വിളിച്ച് ഈ നിഴല് നോക്കിയിട്ട് വിളിച്ചു പറയും, കോട്ടയുടെ അവിടെ അടുക്കളത്തോട്ടത്തിന്റെ അവിടെ നിൽക്കുന്ന നിഴല് നോക്കിയിട്ട് പറയും, കുതിരനെയും കൊണ്ട് ഇങ്ങോട്ട് വാ, ഞാൻ കുതിരപ്പുറത്തേക്ക് ചാടാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇത് കേൾക്കുമ്പോ മിന്നൽ ജവാൻ അവിടെ നിന്ന് മോഷ്ടിക്കാൻ വന്നതാട്ടോ, കൊമ്പനാലിയുടെ അവിടെ നിന്ന് മോഷ്ടിക്കാൻ വന്നതാ. പക്ഷെ അതിനേക്കാളും വിലപ്പെട്ട ഒന്നുണ്ട് ദേ മോളിന്ന് ഇറങ്ങി വരുന്നു. മിന്നൽ ജവാൻ ഒന്നും മിണ്ടില്ല. വേഗം ചെന്ന് മിന്നൽ ജവാന് മനസ്സിലായി ഇവള് ആള് തെറ്റിയിട്ട് ഇറങ്ങി വരണതാണ്. പക്ഷെ അവനൊന്നും മിണ്ടാണ്ട് ദയേനെയും കുതിരപ്പുറത്ത് ഏറ്റിയിട്ട് പോവാണ്. അപ്പൊ ദയ ചോദിക്കണേനൊക്കെ മൂളണ മാത്രമേ ഉള്ളൂ, ഒന്നും മറുപടി പറയണില്ല. അപ്പൊ ദയ ഇങ്ങനെ തോളില് പിടിച്ച് കുലുക്കി കഴിയുമ്പോഴേക്കും, ഇവനെ വിളിക്കുമ്പോഴേക്കുമാണ്, തൊട്ട് കഴിയുമ്പോഴേക്കുമാണ് ദയക്ക് മനസ്സിലാവുക ഇത് മൻസൂർ അല്ല എന്നുള്ളത്. അപ്പൊ ദയ ഒന്നും മിണ്ടില്ല, അപകടമാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ നേരെ ഇയാൾ എന്ത് ചെയ്യും, ഇയാളുടെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് ഇയാളുടെ മിന്നൽ ജവാന്റെ അമ്മ വീട്ടിലുണ്ട്. അപ്പൊ പറയും, ഇന്ന് എനിക്ക് കിട്ടിയ നിധിയാണ്, സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ട് ഇവളെ അവിടെ ഏൽപ്പിക്കും. അപ്പൊ നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണ്. അപ്പൊ മിന്നൽ ജവാന്റെ അമ്മ വിചാരിക്കും മോൻ കല്യാണം കഴിച്ചു കൊണ്ടെന്താ. അപ്പൊ പറയും, എന്റെ മോൻ നല്ല മിടുക്കനാണ്, നീ അവനെ കല്യാണം കഴിക്കണത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഇവളോട് മിന്നൽ ജവാനെ കുറിച്ച് കുറെ പറയും. അപ്പൊ അറിയാണ്ട് വന്നതാണ്, ആള് തെറ്റി വന്നതാണെന്നൊക്കെ പറഞ്ഞ അപകടമാണെന്ന് മനസ്സിലാവുമ്പോ ദയും ഒന്നും മിണ്ടാണ്ട, ശരിയാണ് നിങ്ങളുടെ മോൻ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിന്റെ ഇഷ്ടത്തിന് നിൽക്കും. മിന്നൽ ജവാൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇയാൾ അവിടെ നിന്ന് കക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോവാണ്. അപ്പൊ ഈ സമയത്ത് ഈ മിന്നൽ ജവാന്റെ അമ്മയുടെ തലയിൽ നിറയെ പേന. അപ്പൊ ഇവരിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ദയ പറയും, ഞാൻ തല നോക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തല നോക്കി കൊടുക്കും. അപ്പൊ പേനയ്ക്ക് നോക്കി തലകടി കുറഞ്ഞു കഴിഞ്ഞപ്പോ എപ്പോഴും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ഇവർക്ക് ഈ തല കടിച്ചിട്ട്. അപ്പൊ ദയ തലയ്ക്ക് നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇവര് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ആ തക്കത്തിന് എന്ത് ചെയ്യും, ദയ അവിടെ മുഴുവൻ പരതി കഴിയുമ്പോ ഈ ഒരു അഭ്യാസിയുടെ പട്ടാളക്കാരൻ്റെക്കും പോലത്തെ ഒരു വേഷം അവിടെ നിന്ന് കിട്ടും, മിന്നൽ ജവാൻ കക്കാൻ പോകുമ്പോ ഇടാൻ വെച്ചേക്കണത്. അങ്ങനെ ഒരു വേഷം കിട്ടി കഴിയുമ്പോ അവൾ അത് ഉടുത്തിട്ടിട്ട് മിന്നൽ ജവാന്റെ ഒരു കുതിരേനെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുറെ ദൂരം, എവിടെയും നിർത്തില്ല അവള്, വെള്ളം കുടിക്കാനും അല്ലാണ്ട് എവിടെയും നിർത്താണ്ട് അങ്ങനെ അവള് കുറെ ദൂരം കുതിര ഓടിച്ചു പോവാണ്. അങ്ങനെ വേറൊരു നഗരത്തിലെത്തും. ആ നഗരത്തിലെത്തി നോക്കുമ്പോണ്ട് അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവള് പതുക്കെ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും അടുത്തൊരു മന്ത്രിനെ തെരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നടക്കുകയാണ് അവിടെ. അപ്പൊ ഇവളിങ്ങനെ അവിടെ കൂടി നിൽക്കണവരോട് എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും അതിലൊരാള് പറയും, ഇങ്ങനെ മന്ത്രിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ ഇവള് വേഷം മാറിയിട്ടാണല്ലോ വരണേ, ഇവളൊരു ചെറുപ്പക്കാരനെ പോലെയാണ് എല്ലാവർക്കും തോന്നണേ. അപ്പൊ അവിടെ നിന്നിരുന്ന പ്രായമായിട്ടുള്ള ഒരാള് പറയും, നീ ചെറുപ്പല്ലേ, നിനക്കും വേണമെങ്കിൽ പരീക്ഷിക്കാം
നീയും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, മന്ത്രിയാവാൻ പറ്റുമോ നോക്ക്, അപേക്ഷിക്കുക എന്ന് പറയാണ്. അങ്ങനെ ഇവനും ചെല്ലും കൊട്ടാരത്തില്, ഞാനും ഒരു അപേക്ഷകനാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ രാജാവ് അടിമുടി നോക്കിയിട്ട് ആ ചെറുപ്പക്കാരനായിട്ടുള്ള നല്ല യോദ്ധാവായിട്ടുള്ള ഒരു ആള് എന്നാ വരാൻ പറഞ്ഞ് എൻ്റെ ഒപ്പം ചതുരംഗം കളിക്കാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ചെസ് കളിക്കാൻ പറഞ്ഞ് രാജാവ് ആരെ വിളിക്കും? നമ്മുടെ ദയനെ വിളിക്കും. ആൺവേഷത്തിൽ നിൽക്കുന്ന ദയനെ വിളിക്കും. അപ്പൊ ദയ ചെല്ലും, ഇവര് ചതുരംഗം കളിക്കും. ചതുരംഗം കളിച്ച് ശരിക്കും പറഞ്ഞാൽ അടുത്ത നീക്കത്തിൽ രാജാവ് തോക്കാൻ പോവാ. രാജാവിന് മനസ്സിലായി ഞാൻ തോക്കാൻ പോവാണെന്ന്. പക്ഷെ ദയ എന്ത് ചെയ്യും? മാറ്റി കളിച്ചിട്ട് രാജാവിനെ തോൽപ്പിക്കില്ല, സ്വയം തോക്കും. അപ്പൊ രാജാവിന് മനസ്സിലാവും അവൾക്ക് ജയിക്കാൻ പറ്റുമായിരുന്നിട്ടും അവള് ജയിക്കാണ്ട് രാജാവിനെ ജയിപ്പിച്ചതാണെന്ന് മനസ്സിലാവും. അപ്പൊ രാജാവ് പതുക്കെ സ്വകാര്യമായിട്ട് ദയോട് ചോദിക്കും, എന്താണ് നിങ്ങള് എന്നെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നിട്ടും എന്താണ് നിങ്ങൾ തോൽപ്പിക്കാഞ്ഞെന്ന് പറയും. അപ്പൊ ഇവള് പറയും, രാജാവ് കളീനേക്കാളും കൂടുതൽ, യുദ്ധത്തിനേക്കാളും കൂടുതൽ കാര്യമായിട്ട് കളീനെ കണക്കാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിലെ തോറ്റു കഴിഞ്ഞാലേ ആ വിഷമം നിങ്ങൾക്ക് ഒരിക്കലും മാറില്ല. അപ്പൊ മന്ത്രിയുടെ മുമ്പിൽ രാജാവ് തോക്കണത് രാജാവിന് ശരിയല്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പൊ അതും കൂടി കേൾക്കുമ്പോഴേക്കും നല്ല സമർത്ഥനായിട്ടുള്ള വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണ ഒരാളാണ് ഇയാളെന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് പ്രഖ്യാപിക്കും, ഇതാണ് പുതിയ മന്ത്രി എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ച് അങ്ങനെ ദയനെ മന്ത്രിയാക്കും. അപ്പൊ മന്ത്രിയാക്കി കഴിഞ്ഞ് ദയ നല്ല മിടുക്കിയാണല്ലോ. അപ്പൊ ദയ നോക്കുമ്പോഴേക്കും ഖജനാവില് ധാരാളം പണമുണ്ട്. അപ്പൊ മന്ത്രി പറയും, ഈ രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഈ പണമൊക്കെ ചെലവഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ പല നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ വിനിയോഗിക്കും. അപ്പൊ എല്ലാവരും നല്ല നാടിന് നല്ല പുരോഗതി ഉണ്ടാവും എല്ലാം കൊണ്ടും. അവിടെ വിദ്യാലയങ്ങളും അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ആൾക്കാർക്ക് കിട്ടും. വീടില്ലാത്തവർക്കൊക്കെ വീടാവും, പട്ടിണി കിടക്കണ ആൾക്കാരില്ലാണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും മന്ത്രിനെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്, രാജാവിനും. ആ രാജ്യത്തിന്റെ പേര് യശസ് ഉയർത്തിയില്ലോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും മന്ത്രിനെ നല്ല മതിപ്പാണ്. അപ്പൊ മന്ത്രിക്ക് പക്ഷെ എപ്പോഴും വിഷമമുണ്ട്, മൻസൂറിനെ നഷ്ടപ്പെട്ടതിലും മൻസൂറിനെ കണ്ടു കിട്ടാത്തതിലും മൻസൂറിനെ കാണാൻ പറ്റാഞ്ഞതിലൊക്കെയുള്ള വിഷമത്തിലാണ് ദയ എപ്പോഴും നടക്കണേ. അപ്പൊ രാത്രി ആവുമ്പോഴേക്കും ആരും ഇല്ലല്ലോ. അപ്പൊ ദയ പെണ്ണിന്റെ വേഷത്തിലേക്ക് മാറിയിട്ട് മൻസൂറിനെ ആലോചിച്ച് കരഞ്ഞൊക്കെ അങ്ങനെ ദിവസങ്ങൾ പോവാണ്. അപ്പൊ ദയക്കൊരു സൂത്രം തോന്നും, എങ്ങനെയായാലും മൻസൂർ ചിലപ്പോ തന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ മൻസൂർ അന്വേഷിച്ച് ഈ നാട്ടിലും എത്താം. അപ്പൊ നാട്ടിൽ വരണവരൊക്കെയും തന്റെ മുമ്പിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തില് ദയ എന്ത് പറയുന്നോ, സഞ്ചാരികളായിട്ട് വരണവർക്കൊക്കെ ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു പന്തലിടും. എന്നിട്ട് അവിടെ എപ്പോഴും ഭക്ഷണം കൊടുക്കും. അപ്പൊ ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന സഞ്ചാരികളായിട്ട് എത്തണവരൊക്കെയും അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് പോവാന്ന് പറയും. അപ്പൊ ഇതെല്ലാവർക്കും നല്ല ആശയമായിട്ട് തോന്നും. സത്യത്തില് ദയയുടെ ഉദ്ദേശം മൻസൂർ എങ്ങാനും അവിടെ എത്തിയാൽ കണ്ടുപിടിക്കണം എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരാള് എല്ലാവരെയും തള്ളി മാറ്റി വന്ന് ഭക്ഷണമൊക്കെ കൈയിട്ട് വാരി എടുത്ത് തിന്നണം. അപ്പൊ ഇത് കാണുമ്പോ രാജാവിന് ദേഷ്യം വരും. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് അയാൾ ഇങ്ങനെ തട്ടി മാറ്റി എടുക്കണത്. ഒരു മര്യാദ ഇല്ലാത്ത ആള്, ഭയങ്കര ആർത്തി പിടിച്ച ആള്, ധാരാണ്, അയാളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറയും. അപ്പൊ അങ്ങനെ ഭടന്മാര് പോയിട്ട് അയാളെ വിളിച്ചു കൊണ്ടുവരും രാജാവിന്റെ മുമ്പിലേക്ക്. അപ്പൊ രാജാവ് ചോദിക്കും, നീ ആരാണ്? നീ എന്താ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്? നീ ആരാ? നീ എവിടെന്നാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇയാളെ, ഞാനൊരു പാവം വഴിപോക്കൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വ്യാപാരിയാണ്, വിശന്ന് വലഞ്ഞു വന്നതാണെന്നൊക്കെ പറയും. അപ്പൊ ദയക്ക് ഇയാളെ കാണുമ്പോഴേക്കും മനസ്സിലാവും അത് അലി ഷാഹിർ ആയിരുന്നു. അപ്പൊ ദയ എന്ത് ചെയ്യും, ഇതാരാണ്, ഇയാൾ പറഞ്ഞത് കള്ളമാണ്, എന്റെ മാന്ത്രിക മണല് കൊണ്ടുവരാൻ പറയും. അപ്പൊ അന്ന് ഇങ്ങനെ എന്താ പറയാ, മന്ത്രവിദ്യയൊക്കെ ചെയ്തിട്ട് ധാരാ കണ്ടുപിടിക്കണ ഒരു രീതിയൊക്കെ അന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദയയും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് ദയ അത് പഠിക്കാനോ നോക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇവിടെ ആ ബുദ്ധി ഉപയോഗിക്കാൻ വെച്ചിട്ട് ദയ മാന്ത്രിക മണലും ചെമ്പ് പേനയും കൊണ്ടുവരാൻ പറയാം. എന്നിട്ട് മണല് വിരിച്ചിട്ട് ഇതില് പേന ഓടിക്കും. എന്നിട്ട് പറയും, വെറുതെ കാണിക്കുന്നതാണ്. അപ്പൊ ദയ എന്നിട്ട് ദയക്ക് അറിയാലോ ഇതാരാന്ന്. അപ്പൊ ദയ പറയും, ഇവൻ പറഞ്ഞതെല്ലാം നുണയാണ്, ഇവൻ ആലി ഷാഹിർ എന്ന് പറയുന്ന കൊമ്പനാലിയാണ്, കൊള്ളക്കാരനാണ്, എല്ലായിടത്തെയും പലയിടത്തെയും സ്ത്രീകളെയൊക്കെയും പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവൻ ബന്ദിയാക്കി വെച്ചേക്കാണ്. ഇപ്പൊ ഇയാൾ നടക്കുന്നത് പോലും ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടീനെ തേടിയിട്ടാണ് എന്നൊക്കെയും പറയും. അപ്പൊ ഈ ആലി ഷാഹിർ ആകെ പതറും. അപ്പൊ കിടന്ന് ഇതാകുമ്പോഴേക്കും ശരിയാണെന്ന് മനസ്സിലാവും. അപ്പൊ മന്ത്രി എന്ത് ചെയ്യും, ഇവന് ശിക്ഷ വിധിക്കും. 30 ചാട്ടവാർ അടിച്ചിട്ട് തടങ്കലിലാക്കാനൊക്കെ പറഞ്ഞ് ശിക്ഷ വിധിക്കും. അപ്പൊ അങ്ങനെ അലി ഷാഹിറിനെ ജയിലിലാക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ ഒരാൾ വന്നിട്ട് ഭയങ്കര ആർത്തിയിൽ ഭക്ഷണം കഴിക്കണ കാണാം. അപ്പൊ രാജാവിന് അതിലും അതൃപ്തി തോന്നിയിട്ട് രാജാവ് അത് ആരാന്ന് അന്വേഷിക്കാൻ പറയും. അപ്പൊ അയാൾ വന്നിട്ട് പറയും, ഞാൻ ഇതുപോലെ കച്ചവടക്കാരനാണെന്നൊക്കെ പറയും. അപ്പൊ നോക്കുമ്പോഴേക്കും ദയക്ക് മനസ്സിലാവും
അത് നമ്മുടെ ജവാനാണ്, മിന്നൽ ജവാനാണെന്ന്. അപ്പൊ വീണ്ടും ദയ പറയും ഇല്ല ഇയാൾ നുണ പറയാണ്. വീണ്ടും മാന്ത്രിക മണല് കൊണ്ടുവരാൻ പറഞ്ഞ് ദയ അതിലേക്ക് നോക്കിയിട്ട് വെറുതെ മാന്ത്രിക വിദ്യ ചെയ്യുകയാണെന്നൊക്കെയുള്ള ഭാവത്തില് ദയ പറയും ഇവൻ പറഞ്ഞത് നുണയാണ്. ഇവൻ മിന്നൽ ജവാൻ എന്ന് പറഞ്ഞ കള്ളനാണ്. ഇവൻ രാത്രിയില് എന്താ പറയാ കാമുകന്റെ ഒപ്പം രക്ഷപ്പെടാൻ നിന്ന, അവളെ സ്നേഹിക്കുന്ന ആളുടെ ഒപ്പം രക്ഷപ്പെടാൻ നിന്ന ഒരു പെൺകുട്ടീനെ അവൻ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയും പറയാണ്. അപ്പൊ അങ്ങനെ ഈ മിന്നൽ ജവാനെയും പിടിച്ച് തുറങ്കിലടയ്ക്കും രാജാവ്. പിന്നെ നിൽക്കുമ്പോഴേക്കും റഷീദ് വരും. റഷീദ് വന്നിട്ട് ഇതുപോലെ എന്താ പറയാ വളരെ ദയനീയനായിട്ടൊക്കെ അഭിനയിക്കും. ഇതുപോലെ നുണ പറയും. അവനെയും ഇതുപോലെ ദയ കുടുക്കും. ഇല്ല ഇവൻ കൊമ്പനാലിയുടെ സഹായിയാണ്. എന്താ പറയാ പഴത്തില് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഒരാളെ മയക്കി കിടത്തി അവന്റെ കൂട്ടുകാരിനെ, അവന്റെ വീട്ടിലെ സ്ത്രീനെ കട്ടുകൊണ്ടു പോയവനാണ്, ദുഷ്ടനാണ് എന്നൊക്കെ പറയും. അങ്ങനെ റഷീദിനെയും ജയിലിലാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അവിടുത്തെ പന്തലിലെ ആൾക്കാർ വന്നിട്ട് പറയാണ് ഒരു ചെറുപ്പക്കാരൻ അവിടെ പന്തലിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഭക്ഷണം ചോദിച്ചിട്ടൊന്നും അയാൾ ഒന്നും വേണ്ട പറയണു, ഒന്നും കഴിക്കാൻ കൂട്ടാക്കണില്ല. പക്ഷെ അയാൾ അവശനാണ്, ഭയങ്കര ദുഃഖത്തോടു കൂടിയാണ് ഇരിക്കണെന്നൊക്കെ പറയാം. അപ്പൊ ദയ ചെന്ന് നോക്കുമ്പോഴേക്കും ഇതാരാണ്, നമ്മുടെ മൻസൂറാണ്. അപ്പൊ ദയ രാജാവ് അപ്പൊ മൻസൂറിനെ വിളിപ്പിക്കും. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും മൻസൂർ ഇങ്ങനെ ഉണ്ടായ വിവരങ്ങൾ പറയും. കച്ചവടക്കാരന്റെ മകനാണ്, ഇങ്ങനെ ദയ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ തേടി ഇറങ്ങിയതാണ് എന്നൊക്കെയും പറയും. ഞാൻ എൻ്റെ ഭാര്യ ആവാൻ പോണതായിരുന്നു, ഞങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയും പറയും. അപ്പൊ നീ പറഞ്ഞൊക്കെ എങ്ങനെയാ വിശ്വസിക്കാന്ന് പറയും. അപ്പൊ ദയ വീണ്ടും മാന്ത്രിക മണലൊക്കെ നിരത്തിയിട്ട് ദയ ചോദിക്കും ശരിയാണ്, ഇവനോടെ വിശ്രമിക്കാൻ അനുവദിക്കൂ, ഇവനെ അതിഥികളുടെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും മന്ത്രി. അങ്ങനെ ഇവനെ മൻസൂറിന് ഭക്ഷണക്കും കൊടുത്ത് അവൻ അതിഥി മന്ദിരത്തിൽ താമസിപ്പിക്കും. അപ്പൊ രാത്രി ആവുമ്പോഴേക്കും വൈകുന്നേരം ആവുമ്പോ ദയ അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ മന്ത്രിയുടെ വേഷത്തിലാണ് ചെല്ലണേ. അപ്പൊ പറഞ്ഞാൽ നിങ്ങള് ഇപ്പോഴും അവളെ വിചാരിച്ച് നടക്കുകയാണോ, സുമറൂദിനെ വിചാരിച്ച് നടക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയും അതെ സുമറൂദ് എന്ന് പറഞ്ഞാൽ ദയയുടെ ശരിക്കുള്ള പേരാണ് സുമറൂദ്. അപ്പൊ ദയനെ വിചാരിച്ച് തന്നെയാണ് നടക്കണേ. അപ്പൊ അവളിപ്പോ ഒരു പക്ഷെ വേറെ ഏതെങ്കിലും വ്യാപാരിയുടെ ഭാര്യ ആയിട്ടുണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലത്, അവൾക്ക് എന്നേക്കാളും നല്ലത് ആൾക്കാരെ കിട്ടും, അത് തന്നെയായിരുന്നു നല്ലത്. ഞാൻ അവളെ വേണ്ട പോലെ സംരക്ഷിച്ചില്ല, ഞാൻ സത്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ. അങ്ങനെ അവളെ വേറെ ആരോ കൊണ്ടുപോയി, എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാണ്. എന്ന് വെച്ചാൽ മിന്നൽ ജവാൻ ഇവളെ തട്ടിക്കൊണ്ടുപോകണമെന്ന് ഇവൻ സത്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് മിന്നൽ ജവാൻ വന്ന് ഇവളെ കൊണ്ടുപോണത്. അപ്പൊ അതൊക്കെയും പറഞ്ഞിട്ട് മൻസൂർ ആകെ വിഷമിക്കുകയാണ്. അപ്പം ദയ എന്ത് ചെയ്യും, ആ മന്ത്രിയുടെ വേഷമൊക്കെ അഴിച്ച് ദയയായിട്ട് തന്നെ മുമ്പിൽ ചെല്ലും. അപ്പൊ ഇത് കാണുമ്പോൾ മൻസൂർ ആകെ ഞെട്ടും. ഞാൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ദയ ഉണ്ടായ കാര്യങ്ങൾ പറയും. മൻസൂറാണെന്ന് വിചാരിച്ചിട്ട് ജനലിൽ കൂടെ താഴെറങ്ങി ചെന്നതും അങ്ങനെ ജവാന്റെ അടുത്ത് പെട്ടതും അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ കൊട്ടാരത്തിലെത്തിയതും മന്ത്രിയുടെ വേഷത്തിൽ ജീവിക്കണതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദയ വിശദീകരിക്കും. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും സന്തോഷമാകുമ്പോൾ അപ്പൊ ദയ പറയും നമുക്ക് രാജാവിന്റെ അടുത്തുള്ള വിവരങ്ങളൊക്കെ പറയാം, ഏറ്റു പറയാം. എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുക അറിയില്ല, കാരണം ഒരു സ്ത്രീയാണല്ലോ. എന്നിട്ട് ആ സ്ത്രീ പുരുഷന്റെ വേഷം കെട്ടിയിട്ട്, ആണിന്റെ വേഷം കെട്ടിയിട്ട് മന്ത്രിയാണെന്നും പറഞ്ഞ് ഇത്ര കാലം അവിടെ ഭരിക്കുകയല്ലായിരുന്നു. അപ്പൊ ജനങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക അറിയില്ല എന്നൊക്കെയും പറഞ്ഞിട്ട് ഇവര് രാജാവിനെ കാണാൻ ചെല്ലും. അപ്പൊ രാജാവിന് മൻസൂറിനെ കാണുമ്പോൾ മനസ്സിലാവും കൂടെ ഏതാണ് ഈ യുവാവ് എന്ന് പറയും. അപ്പൊ ദയ പറയാണ് ക്ഷമിക്കണം രാജാവേ, ഞാനിങ്ങനെ അങ്ങയുടെ മന്ത്രിയായിട്ട് ഇത്ര നാളും ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്, എൻ്റെ പേര് ദയ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കഥകൾ മുഴുവൻ ദയ പറയും. ഇങ്ങനെ മിന്നൽ ജവാന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയതാണ് എന്നുള്ള വിവരങ്ങളൊക്കെയും പറയും. അപ്പൊ രാജാവിന് കാര്യങ്ങൾ മനസ്സിലാവും. രാജാവ് പറയും ശരി, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നീ നല്ല മിടുക്കിയാണ്, നീ നല്ല രീതിയിൽ എന്നെ രാജ്യം ഭരിച്ചു, പക്ഷെ പ്രജകൾ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്കറിയില്ല, നീ തന്നെ അവരോട് വിവരങ്ങൾ പറ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ആരോടും പറയാണ്ട് ഇവിടുന്ന് ഒരാളും അറിയാണ്ട് രക്ഷപ്പെട്ടു പോവാം, അതല്ലെങ്കിൽ നിനക്ക് എല്ലാവരോടും വിവരങ്ങൾ തുറന്നു പറഞ്ഞ് അവരുടെ പ്രജകളുടെ തീരുമാനം അതിനനുസരിച്ച് പ്രവർത്തിക്കാന്ന് പറയും. ഇപ്പോൾ പറയും ഞാനെല്ലാം ഏറ്റു പറയാം, പ്രജകളോട് സംസാരിക്കാം എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാജാവ് വലിയ സദസ്സൊക്കെയും വിളിച്ചു കൂട്ടും, ജനങ്ങളേക്കും വിളിച്ചു കൂട്ടും. എന്നിട്ട് പറയണം ഇത്ര നാളും ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്തുകയാണെന്നും പറഞ്ഞിട്ട് ദയേനെയും അതുപോലെ തന്നെ നമ്മുടെ മൻസൂറിനെയൊക്കെ പരിചയപ്പെടുത്തി വിവരങ്ങൾ പറയും. അത് കഴിഞ്ഞ് എന്താണ് ദയ വന്നിട്ട് പറയും എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെ എനിക്ക് നിവൃത്തികേട് കൊണ്ടാണ് ഞാനിങ്ങനെ വേഷം കെട്ടിയത്, നിങ്ങളെ പറ്റിക്കാനല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവര് പറയും
പക്ഷെ നീ ഭരിച്ചിരുന്ന മന്ത്രിയായിട്ട് ദയ ഇരുന്ന സമയത്ത് മുഴുവൻ രാജ്യത്തിന് നല്ലതായിരുന്നു, ഞങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു, ഇവിടെ മന്ത്രിയായിട്ട് തന്നെ തുടരണം എന്ന് പറയാണ്. അപ്പോൾ ജനങ്ങള് ഇവരെ രണ്ടാളെ അംഗീകരിക്കും, അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും. എന്നിട്ട് ദയോട് പറയും, നീ വീണ്ടും ഈ രാജ്യത്ത് തന്നെ ഉണ്ടാവണം, ഞങ്ങൾക്ക് മന്ത്രിയായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെയും പറയാണ്. അപ്പൊ രാജാവ് പറയും, പ്രജകൾ പറഞ്ഞത് കേട്ടല്ലോ, ഹാറൂൺ റഷീദിനെ വിവരം അറിയിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക അനുമതിയും കൂടി തേടാം. ഹാറൂൺ റഷീദിന്റെ നാട്ടുകാരാണല്ലോ ഇവര് ശരിക്കും. അങ്ങനെ ഹാറൂൺ റഷീദിനെ വിവരം അറിയിക്കാൻ കൊട്ടാരത്ത് നിന്ന് ആളെ വിടും. അങ്ങനെ മൻസൂറിനെയും ദയേനെയും അവിടെ വെച്ച് വിവാഹം കഴിപ്പിക്കും. അങ്ങനെ അവരവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഈ ദയ എന്ന് പറയുന്ന കഥ. ഇത് സിനിമയായിട്ടുണ്ട് കേട്ടോ. ഈ ദയ എന്ന് പറയുന്ന, ദയ എന്നുള്ള പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട്. മഞ്ജു വാര്യർ അഭിനയിച്ചേക്കുന്ന കുറെ കാലം മുമ്പത്തെ ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കണക്കിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ ഈ പുസ്തകം വായിക്കണം.